അടുത്തത് നമുക്ക് സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ എങ്ങനെയാണ് പ്രോഫിറ്റ് ഓർ ലോസ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പം അസർട്ടൈൻമെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് അണ്ടർ ദ സിംഗിൾ എൻട്രി സിസ്റ്റം. ഹൗ വി കാൽക്കുലേറ്റ് ദ പ്രോഫിറ്റ് ഓർ ലോസ് അണ്ടർ ദ സിംഗിൾ എൻട്രി സിസ്റ്റം. ഇതാണ് നമ്മളിപ്പം നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഒരു സിംഗിൾ എൻട്രി സിസ്റ്റം ഫോളോ ചെയ്യുന്ന ഓർഗനൈസേഷൻ അവരുടെ ഓർഗനൈസേഷനുള്ള പ്രോഫിറ്റ് അല്ലെങ്കിൽ അവരുടെ ലോസ്, അക്കാലത്തെ ലോസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മെത്തേഡിലൂടെ അവർക്ക് ഈ പ്രോഫിറ്റ് ഓർ ലോസ് കാൽക്കുലേറ്റ് ചെയ്യാം. ആ രണ്ട് മെത്തേഡിനെ കുറിച്ചാണ് ഇവിടെ താഴെ AB എന്ന് എഴുതിയിട്ടുള്ളത്. ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് FAS മെത്തേഡ്, രണ്ടാമത്തെ മെത്തേഡ് കൺവേർഷൻ മെത്തേഡ്. ഇതാണ് രണ്ട് മെത്തേഡ്. ഒന്നാമത്തെ മെത്തേഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് FAS മെത്തേഡ്, രണ്ടാമത്തെ മെത്തേഡാണ് കൺവേർഷൻ മെത്തേഡ്. ഈ മെത്തേഡ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ മെത്തേഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് FAS മെത്തേഡ്. ആദ്യത്തെ മെത്തേഡാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് FAS മെത്തേഡ്. ഈ മെത്തേഡിൻ്റെ വേറൊരു പേരാണ് നെറ്റ്വർത്ത് മെത്തേഡ് ഓർ ക്യാപിറ്റൽ കമ്പാരിസൺ മെത്തേഡ്. ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് FAS മെത്തേഡ് അല്ലെങ്കിൽ അതിൻ്റെ വേറൊരു പേരാണ് നെറ്റ്വർത്ത് മെത്തേഡ് അല്ലെങ്കിൽ ക്യാപിറ്റൽ കമ്പാരിസൺ മെത്തേഡ്. പുറത്ത് വെക്കുക കേട്ടോ. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് FAS മെത്തേഡിൻ്റെ വേറെ രണ്ട് പേരുകൾ നെറ്റ്വർത്തും അതുപോലെ തന്നെ ക്യാപിറ്റൽ കമ്പാരിസണും ആണ്. അപ്പം നമുക്കറിയാം പിന്നെ നോമിനൽ അക്കൗണ്ട്സ്, അതായത് സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ നോമിനൽ അക്കൗണ്ട്സും അതുപോലെ തന്നെ റിയൽ അക്കൗണ്ട്സും പ്രിപ്പയർ ചെയ്യുന്നില്ല. ഇത് പിന്നെ ഇവിടെ പേഴ്സണൽ അക്കൗണ്ട്സും ക്യാഷ് അക്കൗണ്ടും മാത്രമാണ് പ്രിപ്പയർ ചെയ്യുന്നത്, അല്ലേ? നമ്മൾ മുമ്പ് പറഞ്ഞ ഫീച്ചേഴ്സിൽ പറഞ്ഞ കാര്യമാണ്. നോമിനൽ അക്കൗണ്ട്സും റിയൽ അക്കൗണ്ട്സും പ്രിപ്പയർ ചെയ്യുന്നില്ല. ഇവിടെ വെറും പിന്നെ പേഴ്സണൽ അക്കൗണ്ട്സും ക്യാഷ് അക്കൗണ്ട്സും പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഓർഗനൈസേഷൻ ഇൻക്വയറി ചെയ്യുന്ന കറക്റ്റായിട്ടുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് അല്ലെങ്കിൽ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമുക്ക് ഈ സിംഗിൾ എൻട്രി സിസ്റ്റം പ്രകാരം നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാണ്, അല്ലേ? അതറിയാലോ. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് FAS എന്ന് പറയുന്ന മെത്തേഡ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് FAS മെത്തേഡിലൂടെയാണ് ഒരു ഓർഗനൈസേഷൻ്റെ പ്രോഫിറ്റ് ഓർ ലോസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഒന്നാമത്തെ മെത്തേഡ്. അണ്ടർ ദ സിംഗിൾ എൻട്രി സിസ്റ്റം ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ഓർ ലോസ് cannot be prepared because nominal accounts are not maintained in the ledger. ഓക്കെ, അത് നമ്മൾ പറഞ്ഞത് റിയൽ അക്കൗണ്ട്സ് അല്ലെ നോമിനൽ അക്കൗണ്ട്സും കാര്യങ്ങളൊന്നും പ്രിപ്പയർ ചെയ്യാത്തതുകൊണ്ട് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാണ്. ബട്ട് പ്രോഫിറ്റ് ഓർ ലോസ് ക്യാൻ ബി അസർട്ടൈൻ അക്കോർഡിംഗ് ടു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് FAS. പക്ഷേ നമുക്ക് അതിന് പകരമുള്ള വേറൊരു മെത്തേഡാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് FAS മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മെത്തേഡിൽ എങ്ങനെയാണ് നമ്മൾ പ്രോഫിറ്റ് ഓർ ലോസ് കമ്പ്യൂട്ട് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അണ്ടർ ദിസ് മെത്തേഡ് പ്രോഫിറ്റ് ഓർ ലോസ് ഇസ് കമ്പ്യൂട്ടഡ് ബൈ കമ്പയറിംഗ് ദ ക്യാപിറ്റൽ ഓർ നെറ്റ് വർത്ത് ഓഫ് ദ ബിസിനസ് ഓൺ 2 ഡിഫറെൻറ്റ് ഡേറ്റ്സ്. എന്താ പറഞ്ഞത്? രണ്ട് ഡിഫറെൻറ്റ് ഡേറ്റ്സിൻ്റെ ക്യാപിറ്റൽ എടുത്തിട്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഒരു ഓർഗനൈസേഷൻ ഇൻകർ ചെയ്യുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ ആ ഓർഗനൈസേഷന് ലോസ് ആണോ എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് ഈ മെത്തേഡ് പ്രകാരം ഒരു ഓർഗനൈസേഷൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് അവിടെ അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് രണ്ട്, എന്താ പറഞ്ഞിട്ടുള്ളത്, ലോസ് ഇസ് കാൽക്കുലേറ്റഡ് ബൈ കമ്പയറിംഗ് ദ ക്യാപിറ്റൽ ഓർ നെറ്റ് വർത്ത് ഓഫ് ദ ബിസിനസ് ഓൺ 2 ഡിഫറെൻറ്റ് ഡേയ്സ്, അല്ലേ? ക്യാപിറ്റൽ രണ്ട് ഡിഫറെൻറ്റ് ഡേറ്റ്സിൻ്റെ ക്യാപിറ്റൽ എന്ത് ചെയ്യുന്നു, കമ്പയർ ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. അതായത് ക്ലോസിംഗ് ക്യാപിറ്റലും ഓപ്പണിംഗ് ക്യാപിറ്റലും, ക്ലോസിംഗ് ക്യാപിറ്റൽ അതുപോലെ തന്നെ ഓപ്പണിംഗ് ക്യാപിറ്റൽ, ഇത് രണ്ടും കമ്പയർ ചെയ്തിട്ടാണ് ഒരു ഓർഗനൈസേഷന് പ്രോഫിറ്റ് ആണോ ലോസ് ഉള്ളതെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് FAS മെത്തേഡിൽ നോക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത്? അണ്ടർ ദിസ് മെത്തേഡ് പ്രോഫിറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ കമ്പയറിംഗ് ക്യാപിറ്റൽ ഓൺ 2 ഡിഫറെൻറ്റ് ഡേറ്റ്സ്. അതായത് ക്ലോസിംഗ് ക്യാപിറ്റലും ഓപ്പണിംഗ് ക്യാപിറ്റലും ഇത് രണ്ടോ കമ്പയർ ചെയ്യുന്നത്. ഇപ്പോൾ ക്ലോസിംഗ് ക്യാപിറ്റൽ മൈനസ് ഓപ്പണിംഗ് ക്യാപിറ്റൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് FAS മെത്തേഡിലൂടെ നമുക്ക് പ്രോഫിറ്റ് ഓർ ലോസ് ആണോ ഓർഗനൈസേഷൻ ഇൻകറേജ് ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇവിടെ ക്വസ്റ്റ്യനിൽ ഒരിക്കലും ഡയറക്റ്റായിട്ട് അവിടെ ക്ലോസിംഗ് ക്യാപിറ്റലും ഓപ്പണിംഗ് ക്യാപിറ്റലും തരില്ല. അതിൻ്റെ ഉള്ളിൽ ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റ്സും ഉണ്ട്. നമുക്കറിയാം ഡ്രോയിങ്സ് എന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ടാവും, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഡിപ്രിസിയേഷൻ എക്സ്പെൻസ്. ഈ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നത്.
ഓക്കെ, അപ്പോൾ അത് നമുക്കിനി ചെയ്യുമ്പോൾ മനസ്സിലായിക്കോളും. ജസ്റ്റ് ഞാനിവിടെ ഒരു ഇൻട്രോ തന്നതേ ഉള്ളൂ. ഇതാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡ്. ഓക്കെ, ഇനി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡിൽ നമ്മൾ 2 രീതിയിലെ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യാനായിട്ടുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിൽ 2 രീതിയിലെ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സും നമ്മൾ പ്രിപ്പയർ ചെയ്യും. ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് എന്ന് പറയുന്നത് നമ്മളെ ബാലൻസ് ഷീറ്റില്ലേ, സാധാരണ രീതിയിലല്ലേ, അപ്പോൾ ഡബിൾ എൻട്രി സിസ്റ്റം പ്രകാരമുള്ള ബാലൻസ് ഷീറ്റില്ലേ, ആ ബാലൻസ് ഷീറ്റിന് സാമ്യമായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നും കൂടി ഞാൻ പറയാം. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ആണ് ഒന്നാമത്തെ മെത്തേഡ്. ഈ മെത്തേഡ് നമ്മൾ ചെയ്യുന്ന സമയത്ത് 2 സ്റ്റേറ്റ്മെൻറ്റ്സാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. 2 സ്റ്റേറ്റ്മെൻറ്റ്സ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. അതിൻ്റെ ഫോമാറ്റ് ഞാൻ ഇനി അടുത്തതായിട്ട് പറയും. നിങ്ങൾ വിചാരിക്കും പണ്ടത്തെ ഞങ്ങൾ പഠിച്ചിട്ടില്ലേ, നീതു മിസ് എടുത്തത് ആ പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ് കമ്പനീൻ്റെ. അപ്പോൾ ആ പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ഫോമാറ്റ് അല്ല ഇതിൽ ഫോളോ ചെയ്യുന്നത്. അത് നമ്മൾ പഠിച്ചത് പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട് ആയിരുന്നു. ഓക്കെ, അപ്പോൾ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇവിടെ നമ്മൾ പഠിക്കുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ആണ് ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് അവിടെ പോയിട്ട് എഴുതരുത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ അതിൻ്റേതായ ഫോമാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇതാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു അക്കൗണ്ട്. അതുപോലെ തന്നെ വേറൊരു അക്കൗണ്ടും കൂടിയുണ്ട്. അതിൻ്റെ പേരാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ്. ഓക്കെ, അപ്പം ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പേര് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ്. ഇങ്ങനെ 2 സ്റ്റേറ്റ്മെൻ്റ് ആണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡ് പ്രകാരം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ്. ഓക്കെ, ഇനി നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇതിൻ്റെ ഫോമാറ്റ് എങ്ങനെയാണെന്നുള്ളതൊന്ന് നോക്കാം. ഇതാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫോമാറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കത് നോക്കാം ഒന്ന്. അപ്പോൾ ഫോമാറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ്. അപ്പം ഇതിലാദ്യം ചെയ്യുന്നത് ക്ലോസിങ് ക്യാപിറ്റൽ എഴുതിയിട്ടേണ്ട. ആദ്യം കാണിച്ചത് ക്ലോസിങ് ക്യാപിറ്റലാണ്. അപ്പം ക്ലോസിങ് ക്യാപിറ്റൽ നമ്മൾ ആദ്യം കാണിച്ചു. അതിൻ്റെ കൂടെ ഡ്രോയിങ്സ് ആഡ് ചെയ്തു. പിന്നെ ലെസ് എഡീഷണൽ ക്യാപിറ്റൽ. ഈ ലെസ് എഡീഷണൽ ക്യാപിറ്റൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ അഡ്ജസ്റ്റഡ് ക്യാപിറ്റൽ കിട്ടും. ഈ അഡ്ജസ്റ്റഡ് ക്യാപിറ്റലിൻ്റെ അകത്തുനിന്ന് ക്ലോസിങ് ക്യാപിറ്റൽ എന്ത് ചെയ്യണം, ലെസ് ചെയ്യണം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെഗറ്റീവ് ഫിഗർ ആണെങ്കിൽ ഗ്രോസ് ലോസ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പം ഇതിൽ നിങ്ങൾ കണ്ടില്ലേ ക്ലോസിങ് ക്യാപിറ്റൽ അതുപോലെ തന്നെ ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ട. ഈ 2 ക്യാപിറ്റലും ചില സമയത്ത് ക്വസ്റ്റ്യനിൽ തരില്ല. ഓക്കെ, ചില സമയത്ത് ക്വസ്റ്റ്യനിൽ ക്ലോസിങ് ക്യാപിറ്റലും ഓപ്പണിംഗ് ക്യാപിറ്റലും തരില്ല. അങ്ങനെയാണെങ്കിൽ ഇത് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഈ ക്ലോസിങ് ക്യാപിറ്റലും ഓപ്പണിംഗ് ക്യാപിറ്റലും നമ്മൾ കണ്ടുപിടിക്കുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് വരച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് എന്ന് പറയുന്ന ഈ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, അത് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും കേട്ടോ. അപ്പം ചില സമയത്ത് ക്വസ്റ്റ്യനിൽ ഓപ്പണിംഗ് ക്യാപിറ്റലും ക്ലോസിംഗ് ക്യാപിറ്റലും തരില്ല. അങ്ങനെ വരുമ്പം അത് കണ്ടുപിടിക്കണമെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് എന്ന് പറയുന്ന ഈ സ്റ്റേറ്റ്മെൻറ്റ് വരക്കേണ്ടതായിട്ട് വരും. ക്ലോസിംഗ് ക്യാപിറ്റലും ഓപ്പണിംഗ് ക്യാപിറ്റലും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഇനി അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യുന്നു, ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസ് ഇവിടെ കിട്ടും. ഇനി ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എക്സ്പെൻസസ് ഒക്കെ ലെസ് ചെയ്യണം. അപ്പം ഈ എക്സ്പെൻസസ് എന്ന് പറയുന്നത് നമ്മളെ പ്രോഫിറ്റ് ആൻഡ് ലോസില്ലേ, പഴയ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇങ്ങനെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നേ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇല്ലേ,
ഓക്കെ, ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നില്ലേ സാധാരണ കമ്പനീസിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾ സാധാരണ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഡെബിറ്റ് സൈഡിൽ എക്സ്പെൻസസ് എഴുതും അല്ലേ, ഇവിടെ എക്സ്പെൻസസ് എഴുതുന്നു, ഇവിടെ ക്രെഡിറ്റ് സൈഡിൽ ഇൻകം എഴുതുന്നു. അപ്പം ഇവിടെ ഈ എക്സ്പെൻസസ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്ന കാര്യമാണ് ഇവിടെ ലെസ് ചെയ്തിട്ടുള്ളത്. ഏതൊക്കെയാ അത്? ഡിപ്രിസിയേഷൻ, ബാഡ് ഡെപ്റ്റ്, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്, പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. അപ്പോൾ ഇവിടെ ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് കണ്ടിട്ട് അത് നേരെ ഇൻകത്തിലോട്ടേക്ക് എടുക്കരുത്. ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്നത് അത് ലയബിലിറ്റി ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അത് എവിടെ എടുത്തിട്ടുള്ളത്? എക്സ്പെൻസസിൽ എടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ലോൺ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ എക്സ്പെൻസസ് ആയിട്ട് നമ്മൾ എടുത്തിട്ട് ഇവിടെ ലെസ് ചെയ്തിട്ടുള്ളത്. ഇനി വേറെ എന്തെങ്കിലും എക്സ്പെൻസസ് ഉണ്ടെങ്കിൽ അതും അവിടെ കാണിച്ചിട്ട് ലെസ് ചെയ്യുക. ഞാൻ ഇപ്പോൾ ഇവിടെ കുറച്ച് ഐറ്റംസ് എഴുതിയേ ഉള്ളൂ. അതുപോലെ തന്നെ അടുത്തത് ഇൻകം എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഏതൊക്കെയാണ് ഇൻകം അല്ലെങ്കിൽ ഗെയിൻസ് എന്ന് പറയുന്നത്? എപ്രിസിയേഷൻ ഓഫ് അസെറ്റ്, ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം, പ്രീപെയ്ഡ് എക്സ്പെൻസസ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഓക്കെ, ഇതെല്ലാം നമ്മൾ സാധാരണ പ്രോഫിറ്റ് ആൻഡ് ലോസ് പഠിക്കുന്ന സമയത്ത് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതുന്ന ഐറ്റംസ് ആണ്. അപ്പോൾ ഇത് എപ്രിസിയേഷനും കാര്യങ്ങളുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. ഇൻകം എന്ന് പറഞ്ഞിട്ട് അവിടെ എന്ത് ചെയ്യണം? ആഡ് ചെയ്തിട്ട് കാണിക്കണം. അപ്പം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നു? നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് ലഭിക്കുക ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രോഫിറ്റ് ഫോർ ദ ഇയർ എന്ന് പറയുന്നത്. നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് കിട്ടും. ഓക്കെ, അപ്പോൾ ഒന്നും കൂടി പറയാം. ആദ്യം നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് കാണുന്നു. ഇനി ഗ്രോസ് പ്രോഫിറ്റ് കണ്ടതിന് ശേഷം അതിൻ്റെ അകത്ത് എന്ത് ചെയ്യണം? അഡ്ജസ്റ്റ്മെൻറ്റ്സ്, അതായത് ഇതാണ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. എന്താ അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്? എക്സ്പെൻസസ് ആണെങ്കിൽ ലെസ് ചെയ്യുക, ഇൻകം ആണെങ്കിൽ ആഡ് ചെയ്യുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഓർഗനൈസേഷൻ സിംഗിൾ എൻട്രി സിസ്റ്റം ഫോളോ ചെയ്യുന്ന ഓർഗനൈസേഷൻ്റെ നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അതിൻ്റെ ഇൻട്രോ എന്ന് പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇനി നമുക്ക് പ്രോബ്ലത്തിലോട്ടേക്ക് കിടക്കാം.